പണ്ട് ചൈനയിലെ ഒരു ഉൾഗ്രാമത്തിൽ ഒരു ബുദ്ധഭിക്ഷു തപസ് ചെയ്തു പോന്നു. മഴയും വെയിലുമൊക്കെ ഏറ്റ് തപസ് ചെയ്യുന്നത് കണ്ടിട്ട് ദയവ് തോന്നിയ ഒരു അമ്മൂമ്മ അദ്ദേഹത്തിന് ഒരു കുടിൽ കെട്ടിക്കൊടുത്തു. മാത്രമല്ല അമ്മൂമ്മ തന്നെ അയാൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുത്തു പോന്നു. ഇങ്ങനെ ഏതാണ്ട് ഒരു 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മൂമ്മയ്ക്ക് തോന്നി, ഇയാൾ 10-20 കൊല്ലമായിട്ട് ധ്യാനിക്കുകയാണല്ലോ, എന്നിട്ട് എന്ത് നേട്ടമുണ്ടാക്കി, അതൊന്നും അറിയണമല്ലോ എന്ന് കരുതി അമ്മൂമ്മ ആ നാട്ടിലെ മതിമോഹിനിയായ ഒരു സുന്ദരിയായ സ്ത്രീയുടെ സഹായം തേടി. അമ്മൂമ്മ അവരോട് പറഞ്ഞു, നീ ആ സന്യാസിയെ സന്ദർശിച്ചിട്ട് ആലിംഗനം ചെയ്തിട്ട് ചോദിക്കണം എന്തു തോന്നുന്നുവെന്ന്. അമ്മൂമ്മ പറഞ്ഞതുപോലെ ആ സ്ത്രീ ചെന്ന് സന്യാസിയെ പ്രേമപൂർവ്വം തഴുകിക്കൊണ്ട് ചോദിച്ചു, ഇപ്പോൾ എന്ത് തോന്നുന്നു? അപ്പോൾ സന്യാസി പറഞ്ഞു, മഞ്ഞുകാലത്ത് തണുത്തുറഞ്ഞ ഒരു പാറമേൽ ഒരു വടവൃക്ഷം ഇതിൻ്റെ വേരുറപ്പിക്കാൻ നോക്കുന്നു. ഊഷ്മളതയുടെ ഒരു കണിക പോലും എങ്ങും കാണാനില്ല. ആ സ്ത്രീ ഇത് കേട്ട് തിരിച്ചു വന്ന് അമ്മൂമ്മയോട് കാര്യങ്ങളൊക്കെ വിവരിച്ചു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ഇവനെയാണല്ലോ 10-20 കൊല്ലം ഞാൻ തീറ്റിപ്പോകുന്നത്, ഒരു പ്രയോജനവുമില്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ ചെന്ന് അയാൾ താമസിച്ചിരുന്ന ആ കുടിൽ തീയിട്ട് കളഞ്ഞു. കൂട്ടുകാരെ, ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സന്യാസിയുടെ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാമോ? അതുപോലെ അമ്മൂമ്മ എന്തുകൊണ്ട് ദേഷ്യത്തോടെ ആ കുടിലിന് തീയിട്ട് കളഞ്ഞു? ഇതിന് രണ്ടിനുമുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുമോ? നന്ദി. ഇത്രയും നേരം കഥ കേട്ടിരുന്നത് എല്ലാവർക്കും നമസ്കാരം. കഥയുടെ 2ാം ഭാഗമായിട്ട് നിങ്ങളുടെ ഉത്തരങ്ങളും കൂടെ ചേർത്ത് ഇത് വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും.